ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 25, വിശുദ്ധ യാക്കോബിന്റെ തിരുനാൾ. സെബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാൻ ശ്ലീഹായുടെ സഹോദരനുമായ വലിയ യാക്കോബിന് ഈശോയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. മേരി എന്നുകൂടി പേരുള്ള സലോമി ദൈവമാതാവിൻ്റെ ഒരു സഹോദരിയാണ്. സെബദി ഗലീലിയൻ മുക്കുവനായിരുന്നു. അവനൊപ്പം ഉണ്ടായിരുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും യേശു വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കിയ ശേഷമാണ് സെബദി പുത്രന്മാരെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത്. ഇടിനാദത്തിന്റെ പുത്രന്മാരാണെന്നാണ് അവരെ വിളിച്ചിരുന്നത്. പത്രോസിനോടൊപ്പം സെബദി പുത്രന്മാരെയും താബോറിലേക്കും ഗെത്സമനിലേക്കും യേശു കൂട്ടിക്കൊണ്ടുപോയി. ജായിറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും യാക്കോബ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഇരുവശത്തും ഇരിക്കാനുള്ള ഭാഗ്യം അമ്മയെക്കൊണ്ട് ചോദിപ്പിച്ചു. പിന്നീട് യാക്കോബ് ശ്ലീഹ യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു. ഹെറോദ് അഗ്രിപ്പ യഹൂദന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ നേരെ മർദ്ദനം ആരംഭിച്ചപ്പോൾ അപ്പോസ്തലന്മാരിൽ നിന്നും ആദ്യത്തെ രക്തസാക്ഷിയായത് വലിയ യാക്കോബായിരുന്നു. 63 ഉയർപ്പ് തിരുനാളിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വലിയ യാക്കോബിന്റെ വിചാരണയിലും വിധി സമയത്തും യാക്കോബ് ശ്ലീഹ പ്രകാശിപ്പിച്ച ധീരത കണ്ട് ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. യാക്കോബ് ശ്ലീഹയോടൊപ്പം ആ ന്യായാധിപനും മരണത്തിന് വിധിക്കപ്പെട്ടു. കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ന്യായാധിപൻ ചോദിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവനെ സഹോദരനായി സ്വീകരിക്കുമോ? അല്പനേരം ചിന്തിച്ച ശേഷം ശ്ലീഹ ന്യായാധിപനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് സമാധാനം. ഉടനെ 2 പേരുടെയും ശിരസ് ഒപ്പം ഛേദിക്കപ്പെട്ടു. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഞങ്ങൾക്കും ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.